ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ബിഗിനേഴ്സുകൾക്ക് വേണ്ടിയുള്ളൊരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ. നമുക്ക് റെഡിമെയ്ഡ് ടോപ്പ് വെച്ചിട്ട് എങ്ങനെ നമ്മുടെ ചുരിദാർ കട്ട് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതിന് വേണ്ടി ക്ലോത്തിനെ 4 ആക്കി മടക്കി നമ്മുടെ അളവ് ചുരിദാർ അതിൻ്റെ മുകളിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ക്ലോത്തിനെ എങ്ങനെയാണ് മടക്കേണ്ടത് എന്നൊന്ന് നോക്കാം. അതിന് വേണ്ടി ഒരു പേപ്പർ കഷ്ണം എടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് ഫോൾഡ് ചെയ്യുന്നതൊന്ന് കാട്ടിത്തരാം. അപ്പോൾ ഇത് നമുക്ക് 2.5 മീറ്റർ ക്ലോത്താണ് കേട്ടോ. ഒരു ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ 2.5 മീറ്റർ ക്ലോത്ത് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതുപോലെ സെൻറ്ററിലൊന്ന് മടക്കണം. അപ്പോൾ ഇതുപോലെ നീളത്തിൽ ഒന്ന് മടക്കുക. ഓക്കെ, ഇനി ഇതുപോലെ ഒന്ന് ക്രോസായിട്ട് മടക്കുക. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് മടക്കേണ്ടത്. ഇത് കണ്ടോ, 2 ഭാഗമായിട്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും നമുക്ക് ഇതുപോലെ മടക്കി വെക്കണം. അപ്പോൾ ഇങ്ങനെ മടക്കുന്നത് കൊണ്ടുള്ള ഗുണം, നമുക്ക് ബാക്കിൻ്റെ നെക്കും ഫ്രണ്ടിൻ്റെ നെക്കും കട്ട് ചെയ്യുന്ന സമയത്ത് രണ്ടിനെയും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഒരുമിച്ച് തന്നെ കട്ട് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഉള്ളിൽ നിന്ന് മറ്റേ പീസൊന്ന് മാറ്റി വെച്ചിട്ട് വേണ്ടേ ബാക്ക് പീസിനെ പിന്നെ ഫ്രണ്ട് പീസിനെ കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം ഇങ്ങനെ മടക്കുന്ന സമയം ഇങ്ങനെ മടക്കി വെച്ചാൽ നമുക്ക് വരില്ല. അതാണ് നമുക്ക് മെയിനായിട്ട് ഇതിൽ ഇങ്ങനെ മടക്കുന്നത് കൊണ്ടുള്ള ഉപയോഗം. ഇനി മറ്റൊരു മടക്കുന്ന രീതിയാണ് ഇതുപോലെ മടക്കുക. ഇതുപോലെ മടക്കി വെച്ചാൽ നമുക്ക് നെക്കിനെ കട്ട് ചെയ്യണമെങ്കിൽ ആദ്യം ബാക്ക് നെക്കിനെ കട്ട് ചെയ്ത് പിന്നെ ഫ്രണ്ട് നെക്കിനെ കട്ട് ചെയ്യേണ്ട സമയത്ത് ഉള്ളത്തെ പീസിനെ മാറ്റി വെക്കണം. ആ ഒരു മാറ്റാണിത് രണ്ടിനും. പിന്നെ നമുക്ക് പ്രിൻറ്റുകളൊക്കെ വരുന്ന സമയത്തൊക്കെ അതിനനുസരിച്ച് ഇതുപോലെ തന്നെ മടക്കി വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് ക്ലോത്ത് മടക്കേണ്ടത്, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് വേഗം നമ്മുടെ കട്ടിങ് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ അളവ് ചുരിദാറിന് ഇതുപോലെ എടുത്ത് നമ്മുടെ കട്ട് ചെയ്യേണ്ട പീസിൻ്റെ മുകളിലേക്ക് അയൺ ചെയ്ത് വെക്കണമെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് കേട്ടോ. നല്ല വൃത്തിക്ക് ക്ലിയറാക്കി വെക്കണം. അതിനുശേഷം മുകൾ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് അത് നമ്മുടെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനൊരു ഗ്യാപ്പാണ് കേട്ടോ. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ അവിടുത്തെ സ്റ്റിച്ച് കണ്ടോ, ഇവിടെയാണ് സ്റ്റിച്ച്, അവിടെ നിന്ന് 1/2 ഇഞ്ച് അപ്പുറം വെച്ചിട്ട് മാർക്ക് ചെയ്യാം. ഇനി നെക്കിനും തന്നെ നെക്കിൻ്റെ ഒപ്പം വെച്ചിട്ട് മാർക്ക് ചെയ്യേണ്ട ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്ക് വേണം. ഇനി നെക്കിൻ്റെ ലെങ്ത്ത് നെക്കിൻ്റെ ഒപ്പം തന്നെ ഇത് കണ്ടോ. അപ്പോൾ നമുക്ക് ഷോൾഡർ ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അവിടെയും 1/2 ഇഞ്ച് ഇങ്ങോട്ട് കയറി വരും. അപ്പോൾ നെക്ക് നമുക്ക് ഈ സെയിം അളവ് തന്നെ കിട്ടും. അപ്പോൾ നെക്കിൻ്റെ ഒപ്പം തന്നെ വെച്ചിട്ട് മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ അളവ് ടോപ്പിൽ നമുക്ക് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒരേ അളവിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ബാക്ക് നെക്കിന് നമ്മളിവിടെ 1 ഇഞ്ച് കൂടി മുകളിലേക്കാക്കി ബാക്ക് നെക്ക് വേറെയാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഒരേ അളവിൽ വേണ്ടവർക്ക് അങ്ങനെയും കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ കസ്റ്റമർ 1 ഇഞ്ച് ബാക്ക് നെക്ക് കുറക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നെക്കിനൊന്ന് ഷേപ്പ് ഒന്ന് ചെയ്തിട്ട് കൊടുക്കാം. ഇനി 1/2 ഇഞ്ച് നമ്മളിവിടെ തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇതുപോലെ വരച്ച് നെക്കിൻ്റെ ആദ്യമേ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ആ പോയിന്റിലേക്ക് തന്നെ ഇതുപോലെ വരച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെക്ക് വെച്ചിട്ടതിന് ഇനി ഷേപ്പൊന്നും ഇല്ലാത്ത നെക്കാണെങ്കിൽ നമ്മൾ ഷേപ്പിൽ ക്യാൻവാസിലൊക്കെ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് നെക്കും 1 ഇഞ്ച് ഗ്യാപ്പിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് കൊടുക്കുക. 1 ഇഞ്ച് ഫ്രണ്ട് നെക്കിൽ നിന്നും മുകളിലേക്ക് കയറ്റി വെച്ച് ഫ്രണ്ട് നെക്കിൻ്റെ ആ ലൈനിക്ക് തന്നെ നമുക്ക് ബാക്ക് നെക്കിനെയും വരച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്കിൻ്റെത് വര മനസ്സിലായില്ലേ. അപ്പോൾ ഇത് ഫ്രണ്ട് നെക്കും അതിൻ്റെ മുകളിലായിട്ട് ബാക്ക് നെക്കും. അപ്പോൾ നെക്കുകൾ ഓക്കെ ആയി. ഇനി നമുക്ക് ആം ഹോളിനെ വരച്ചിട്ട് കൊടുക്കണം. ആം ഹോളിനെ ഇവിടെയാണ് നമുക്ക് ആം ഹോളിൻ്റെ ആ പോയിൻ്റ് കേട്ടോ. അപ്പോൾ പ്രിൻറ്റിലാവുകൊണ്ട് ശരിക്കും കാണില്ല അല്ലേ. അപ്പോൾ ആം ഹോളിൻ്റെ ആ പോയിൻറ്റിൽ നിന്നും ഇതുപോലെ പിടിച്ച് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക്, ഇതാണ് നമ്മുടെ ആ പോയിൻ്റ്, അതിൽ നിന്നും 1/2 ഇഞ്ച് മുകളിലേക്ക് വെച്ച് നമുക്ക് ഒരു 1.5 ഇഞ്ച് സ്റ്റിച്ചിങ് തയ്യൽ തുമ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കവിടെ ഒരു മാർക്ക് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഏറ്റവും സുഖത്തിനായി ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടി ഇത് കണ്ട് നമ്മുടെ ഈ ചുരിദാറിൻ്റെ ആ ഷേപ്പിൽ തന്നെ ഒരു ലൈനാണ് വരച്ച് കൊടുത്താൽ ആ ലൈനിൽ കൂടി നമുക്കണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ സ്ലിറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ അവിടെ നിന്നും നേരെ ഒരു ലൈൻ കൂടി അവിടെ വരച്ചിട്ട് കൊടുക്കാം. ഇതാണ് ഇനി നമ്മുടെ തയ്യൽ തുമ്പ്. ഇനി ആ തയ്യൽ തുമ്പിൻ്റെ അവിടെ 1.5 ഇഞ്ചോ 2 ഇഞ്ചൊക്കെ തയ്യൽ തുമ്പ് കൂടി എടുത്ത് ഇതുപോലെ പോയിൻ്റ് ഇട്ട് അതൊന്ന് യോജിപ്പിച്ചിട്ട് എടുത്താൽ നമുക്ക് സൈഡും നമ്മുടെ കട്ടിങ്ങിന് റെഡിയായി. ഇനി നമുക്ക് അടുത്തതായിട്ട് സ്ലിറ്റിൻ്റെ അവിടെ ഒരു 1 ഇഞ്ച് മാത്രം മാർക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പം ബാക്കിയുള്ളിടത്തൊക്കെ നമ്മൾ 1.5 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്തു. സ്ലിറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ 1 ഇഞ്ച് മാത്രം മാർക്ക് ചെയ്ത് ഇനി ആ പോയിന്റിലേക്ക് വരക്കുക.
അപ്പോൾ നമ്മുടെ ചെസ്റ്റ് മാർക്ക് ചെയ്തു, വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തു, ഹിപ്പ് റൗണ്ടും ഹിപ്പ് ലെങ്ത്തും മാർക്ക് ചെയ്തിട്ടെടുത്തു. അപ്പോൾ നമ്മുടെ ടോപ്പ് വെച്ചത് കൊണ്ട് നമുക്ക് ഇതൊന്നും അളന്നെടുക്കേണ്ട ഒരാവശ്യമില്ല. ടോപ്പ് വെച്ചങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ സൈഡിക്കും ഇതുപോലെ ഓരോ ഇഞ്ച് മാത്രം മതി സ്ലിറ്റ് അടിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു പോയിൻ്റ് കൂടി ഇതുപോലെ, ഇനി നമ്മുടെ മുകളിലത്തെ പോയിൻറ്റിൽ നിന്നും ഈ ഓരോ ഇഞ്ച് മാർക്ക് ചെയ്ത് ആ പോയിൻറ്റുകളൊക്കെ ഒന്ന് യോജിപ്പിച്ച് 1 ഇഞ്ച് മാത്രം മതി കേട്ടോ സ്ലിറ്റ് തുന്നാനായിട്ട്. അതിൽ കൂടുതൽ വന്നാൽ സ്ലിറ്റിന് ഒരു ഭംഗി ഉണ്ടാവില്ല. അവിടെ തുണികളൊക്കെ കൂടുതൽ വന്നാൽ സ്ലിറ്റ് ആ ഓപ്പൺ ഭാഗം ചുരുണ്ട് നിൽക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ സ്ലിറ്റിൻ്റെ ആ ഭാഗത്ത് നിന്നും ഇതുപോലെ താഴെ വരെ ഓരോ ഇഞ്ച് വെച്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് എടുത്തു. മാർക്ക് ചെയ്ത് ലൈൻ വരച്ചെടുത്തു. അപ്പോൾ ടോപ്പ് വെച്ചായതുകൊണ്ട് നമുക്ക് അവിടങ്ങളിലൊന്നും അളവെടുക്കേണ്ട ഒരാവശ്യമില്ല. ടോപ്പ് വെച്ച് ഇതുപോലെ അങ്ങോട്ട് വരച്ച് മാർക്ക്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് നമ്മുടെ മാർക്കിങ്ങുകളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് 1-2 മാർക്കിങ് കൂടി ബാക്കിയുള്ളൂ. ഇതിപ്പോൾ അത് നമ്മുടെ ടോപ്പിൻ്റെ അടിവശമാണ് കേട്ടോ ഇനി മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ടോപ്പിൻ്റെ നേരെ 1 ഇഞ്ച് താഴേക്ക്, 1 ഇഞ്ച് മാത്രം മതി നമുക്ക് അടിയും മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഓരോ ഇഞ്ച് വെച്ച് നമുക്കിതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ആ പോയിൻറ്റുകൾ സ്കെയിൽ വെച്ചൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ അത്ര പണിയുള്ളൂ. ഇനി ആം ഹോളിൻ്റെ അവിടെ കൂടി ഒന്ന് ക്ലിയർ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ആം ഹോൾ മാർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ സ്ലീവിനെ ഇതുപോലെ ഒന്ന് പിടിച്ചിടും. ഇനി നമ്മുടെ ആ സ്റ്റിച്ച് ഉണ്ടല്ലോ, സ്ലീവ് അറ്റാച്ച് ചെയ്ത ആ സ്റ്റിച്ചിൻ്റെ ആ കുഴിഞ്ഞ ഭാഗത്ത് ഇതുപോലെ വിരൽ വെച്ചിട്ടൊന്ന് പിടിക്കും. അതിവിടെ നിന്നും 1/2 ഇഞ്ച് ഒന്ന് നീക്കി വെക്കണം കേട്ടോ, നമുക്ക് തയ്യൽ തുമ്പിനായിട്ടാണത്. ഇനി ആ പോയിൻറ്റുകളൊന്ന് ജോയിൻറ്റ് ചെയ്ത് എടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ആം ഹോളും റെഡിയായി. അപ്പോൾ ഇതുപോലെയാണ് ടോപ്പ് വെച്ചിട്ട് ചുരിദാറിനെ മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്യുന്നത് കൂടി ഒന്ന് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഈ വരച്ച് വെച്ച ലൈനൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യണം ഫസ്റ്റ്. ബാക്ക് നെക്കും കട്ട് ചെയ്തിട്ട് ബാക്ക് നെക്കിൻ്റെ ആ പീസിനെ മാറ്റി വെച്ചിട്ട് വേണം ഫ്രണ്ട് നെക്കിൻ്റെ നെക്ക് കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. രണ്ടും പാട് ഒരുമിച്ച് കട്ട് ചെയ്യരുത്. ഒരുമിച്ച് കട്ട് ചെയ്താൽ രണ്ടും കഴുത്തിൻ്റെ ലെങ്ത്ത് അധികമായിട്ട് പോകും. നമ്മൾ വിചാരിച്ച ലെങ്ത്തിലേറെ അധികമായിട്ട് പോവും. ഇനി ആം ഹോള് ഇതുപോലെ തന്നെ സൈഡുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ചുരിദാർ മാർക്ക് ചെയ്ത് നമ്മൾ അളവുകളൊക്കെ എടുത്ത് മാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു മെത്തേഡ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. അപ്പോൾ നമ്മുടെ കട്ടിങ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അടുത്തതായിട്ട് സ്ലീവിനെ കൂടി കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ സ്ലീവിനെ കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമ്മുടെ ടോപ്പ് വെച്ച് അളവ് ടോപ്പ് വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് നോക്കാം. അതിനായി നമ്മുടെ തുണിയെ 4 ആക്കി മടക്കി സ്ലീവിനെ അതിന് മുകളിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെയാണ് നമ്മുടെ ഷോൾഡറിൻ്റെ ആ സ്റ്റിച്ചിങ് വരുന്നത് ഭാഗം. അവിടെ നിന്ന് 1/2 ഇഞ്ച് സ്ലീവിനെ ഇതുപോലെ കയറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ തുണിയെ 1/2 ഇഞ്ച് മുകളിലേക്കാക്കി സ്ലീവിൻ്റെ ആ പോയിൻറ്റിൽ നിന്നും മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ആം ഹോളിൽ കാട്ടിയതുപോലെ തന്നെ ഈ പോയിൻറ്റ് ഇതുപോലെ ഒന്ന് പിടിക്കുക. എന്നിട്ട് അവിടെ നിന്ന് 1/2 ഇഞ്ചൊന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സ്ലീവിൻ്റെ ഈ പോയിൻറ്റും അങ്ങനെ 3 പോയിൻറ്റുകളൊന്ന് റൗണ്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് വേണം കേട്ടോ കൊടുക്കാനായിട്ട്. പിന്നെ നമ്മുടെ സ്ലീവിൻ്റെ ഒരു 1.5 ഇഞ്ച് ബോഡി പാർട്ടിന് നമ്മൾ കൊടുത്ത ടോപ്പിനൊക്കെ 1.5 ഇഞ്ച് കൊടുത്തില്ലേ, അപ്പോൾ സ്ലീവിനും 1.5 ഇഞ്ച് തന്നെ കൊടുക്കുക. ഇനി നമ്മുടെ സ്ലീവിൻ്റെ ആ ഷേപ്പിൽ നമുക്കൊന്ന് വരച്ച് കൊടുക്കുക. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് വരച്ച് കൊടുക്കുക. അപ്പോൾ സ്ലീവിനെ മാറ്റിയപ്പോൾ ഇങ്ങനൊരു അളവാണ് നമുക്ക് കിട്ടിയത്. ഇനി ഈ പോയിൻറ്റുകളൊന്ന് യോജിപ്പിച്ചെടുക്കുക. അത് കണ്ടോ, ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഈ ഷേപ്പിൽ അങ്ങോട്ട് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ താഴെ സ്ലീവിന് തയ്യൽ തുമ്പൊക്കെ നമുക്ക് എത്ര ലെങ്ത്ത് വേണ്ടത് അതെടുത്ത് തയ്യൽ തുമ്പ് ഇടണം കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ചെറിയൊരു സ്ലീവാണ് എടുക്കുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സെൻറ്ററിലൊരു പോയിൻറ്റുകളൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതൊരു എളുപ്പമായിരിക്കും കേട്ടോ. സെൻറ്ററുകളൊക്കെ ഒരുമിച്ച് വെച്ചാൽ മതി. ഇനി നമുക്ക് നെക്ക് ഫിനിഷിങ് ചെയ്യാനുള്ള ക്രോസ് പീസ് കൂടി കട്ട് ചെയ്തിട്ടെടുത്താൽ നമ്മുടെ കട്ടിങ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്യുന്നത് എങ്ങനെ കൂടി ഒന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ബാക്കിയുള്ള ക്ലോത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ചതുര പീസാണ് കേട്ടോ ക്രോസ് പീസിനായിട്ട് ആവശ്യമായിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ ഒരു കോണിൽ നിന്ന് മറു കോണിലേക്കാണ് ക്രോസ് ആയിട്ടാണ് വരച്ചിട്ട് കൊടുക്കുക. അതുകൊണ്ട് ക്രോസ് പീസ് എന്ന് പറയണത്. അപ്പോൾ നമുക്ക് ഈ കോണിൽ നിന്നും ഇതുപോലെ ഓരോ ഇഞ്ച് വെച്ചിട്ട് വേണം കേട്ടോ ക്രോസ് പീസിന്. അധികം വീതി കൂടി പോവണ്ട.
അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചരിച്ച് വരച്ച് മാർക്ക് ചെയ്ത് ഓരോ ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതാ നമ്മളിവിടെ ഇതുപോലെ സ്കെയിൽ വെച്ച് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ഇഞ്ച് ഗ്യാപ്പിട്ട് ഇതുപോലെ 2 പീസ് ഫ്രണ്ടിലേക്ക് എടുക്കുക. ഇനി തികഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് കേൾക്കാനാണ് 2 പീസ് കേട്ടോ. ഒരു പീസ് കൊണ്ട് തന്നെ നമുക്ക് തികഞ്ഞിട്ടുണ്ട്. എങ്കിലും സംശയം കൊണ്ട് 2 പീസ് എടുത്തതാണ്. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അളവ് ഒന്ന് നോക്കാം. ഇത് കേട്ടോ, കൃത്യം 1 ഇഞ്ച് വെച്ചിട്ട് തന്നെ മാർക്ക് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട് പീസിന് ആവശ്യമായത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ബാക്ക് പീസിന് കൂടി നമുക്കൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ബാക്ക് പീസിന് കട്ട് ചെയ്യുമ്പോൾ 1 ഇഞ്ച് പോരാ, 1.5 ഇഞ്ച് വേണം. അപ്പോൾ 1.5 ഇഞ്ച് ഗ്യാപ്പിട്ട് നമുക്ക് ഒന്ന് മാർക്ക് ചെയ്തിട്ട് എടുക്കാം. 1.5 ഇഞ്ച് ഗ്യാപ്പിലാണ് ബാക്ക് പീസിന് ക്രോസ് പീസ് എടുക്കേണ്ടത്. അപ്പോൾ അതൊന്ന് ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുക. അതുകൊണ്ടാണ് 1.5 ഇഞ്ച് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇനി ആ പീസിനെ കൂടി നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബാക്ക് പീസിൻ്റെ ക്രോസ് പീസും കട്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ നമ്മുടെ കട്ടിങ്ങുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടോ. ക്രോസ് പീസ്, സ്ലീവ്, ടോപ്പിൻ്റെ പീസ് ഇതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. അതിന് ലൈനിങ് ഇല്ലാതെ കേട്ടോ സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞ് സ്റ്റിച്ചിങ്ങും കഴിഞ്ഞ ടോപ്പാണത്. അപ്പോൾ ഇതിൻ്റെ സ്ലിറ്റ് കണ്ടോ, നല്ല ഫിനിഷിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫിനിഷിങ് കിട്ടുന്നതിന് ഒരു ചെറിയൊരു ട്രിക്ക് നമുക്കുണ്ട്. പെട്ടെന്ന് തന്നെ ചെയ്തിട്ടെടുക്കാൻ, നല്ല ഫിനിഷിങ്ങിൽ സ്ലിറ്റിനെ ചെയ്തിട്ടെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ബിഗിനേഴ്സുകൾ ആ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കാണാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.